ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകട്ടോ. വേറെ എവിടെയൊന്നും അല്ല പോകുന്നത്, നമ്മൾ കട്ടപ്പനയുടെ അടുത്ത് രാമക്കൽമേടിനാണ് പോകുന്നത്. നമ്മളും അപ്പുറത്തെ വീട്ടുകാരും കൂടിയാണ് രാമക്കൽമേടിന് പോകുന്നത്. അതേ ആ മലയുടെ മണ്ടേ കണ്ടോ, അതാണ് രാമക്കൽമേട് കുറുവനും കുറുവത്തിയും. നമ്മളവിടെ ചെന്നിറങ്ങിയതും ഒരു ചേട്ടൻ ജീപ്പൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മളുടെ അടുത്ത് ചോദിച്ചു, ഓഫ് റോഡ് പോകാൻ റെഡിയാണോ, രാമക്കൽമേട് വ്യൂ പോയിൻറ്റും കാണിക്കാം, തമിഴ്നാടും വ്യൂവും കാണിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓഫ് റോഡ് എന്ന് കേട്ടത് എല്ലാവരും അങ്ങ് ചാടി കയറിട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ ആമപ്പാറയ്ക്കും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആമപ്പാറ വ്യൂ പോയിൻറ്റും കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. ഈ വഴി അങ്ങ് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്നത്, ഓഫ് റോഡും രാമക്കൽമേട് വ്യൂ പോയിൻറ്റിലോട്ടും. ഈ വഴി കുറച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓഫ് റോഡാണ്. ഈ വഴി കുറച്ച് വീടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഓഫ് റോഡാണ്. അപ്പം നമ്മൾ ഫൈനലി ആമപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ആമപ്പാറ ഞാൻ ഓർത്തു ആമപ്പാറയിലൊന്നുമില്ല, ആമയൊന്നും കാണുന്നില്ലല്ലോ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ഇവിടെ രാമനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, അങ്ങോട്ട് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആമപ്പാറയിലെ ആമ. നല്ല രസമുണ്ട് കേട്ടോ ആമേനെ കാണാൻ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തി. അടിപൊളി ഒരു സ്ഥലമാണ്, നമ്മൾ രക്ഷയില്ല. നമ്മളെ ആ ഡ്രൈവർ ചേട്ടനാണോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചേട്ടന് ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയാം. നമ്മളപ്പോൾ ഇവിടുത്തെ സ്ഥലമൊന്നും അറിയില്ലാത്തതുകൊണ്ട് ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത്. പിന്നെ ദാണ്ട് ആ ചേട്ടൻ ഒരു ഗുഹയ്ക്കകത്തോട്ടൊക്കെ കൊണ്ടുപോയി വിടുന്നു. ആ കൊള്ളാം കൊള്ളാം, എന്ത് രസമല്ലേ കാണാൻ. പിന്നെ നമ്മൾ ഈ ഗുഹയ്ക്കകത്തൂടെ ഇങ്ങനെ പോകുമ്പം നേരെ പോകാൻ പാടില്ല കേട്ടോ, ചെരിഞ്ഞ് വേണം പോകാൻ. നേരെ പോയാൽ അവിടെ ജാമായിട്ടിരിക്കും. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വരിക, നല്ല രസമാണ് ആമപ്പാറ വ്യൂ പോയിൻ്റ്. പിന്നെ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ പ്ലാസ്റ്റിക്സ് ഒന്നും ഇടാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഗുഹയ്ക്കകത്തോട് പുറത്തിറങ്ങി. അപ്പം നമ്മൾ ഓർത്തു നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിൽക്കാം. അന്നേരമാണ് ആ ഡ്രൈവർ ചേട്ടൻ പറയുന്നത് ഇതിൻ്റെ അകത്തൂടെ കിടന്നു പോകണം, എന്നാലേ അപ്പുറം ചെല്ലാൻ പറ്റുള്ളൂ എന്ന്, അല്ലേ പിന്നെ തിരിച്ചു പോകണമെന്ന്. എനിക്ക് ആദ്യമൊക്കെ പേടിയായിട്ടോ, കിടന്നൊക്കെ പോകണം. താഴെയാണ് ഭയങ്കര ഗുഹ, കണ്ടില്ലേ. മഞ്ഞുമൽ ബോയ്സിൻ്റെ അകത്ത് സുഭാഷ് പോയ പോലെ ഞാൻ പോവോ എന്നൊക്കെ ഞാനൊന്ന് ഓർത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാനൊക്കെ ചേട്ടൻ പറഞ്ഞു. എന്നിട്ട് നീങ്ങി നിരങ്ങി അങ്ങ് അപ്പുറത്തോട്ട് പൊക്കോ, കുറച്ച് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കിടന്നിട്ട് നിരങ്ങി പൊക്കോ എന്നൊക്കെ പറഞ്ഞു. എന്ത് രസമാണെന്നറിയോ. പിന്നെ ആദ്യമേയൊക്കെ നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നി. പിന്നെ നമ്മളങ്ങ് നിരങ്ങി അപ്പുറം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആണ്ടേ കിടന്നിട്ട് പോകണമെന്ന്. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ ഇരുന്ന് നിരങ്ങി കിടന്ന് നിരങ്ങി ഒരു വിധത്തിൽ അപ്പുറം ചെന്നു കേട്ടോ. അയ്യോ, ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടോ നമ്മൾ ഈ കുഞ്ഞു ഗുഹയ്ക്കകത്തൂടെ കിടന്നൊക്കെയാണ് വന്നത്. പിന്നെ ഇതുകൊണ്ടോ ഒരു കുഞ്ഞു കൊച്ചൊക്കെ വരുന്നുണ്ട്. ഈ കൊച്ചിനൊന്നും പേടിയില്ല. എനിക്കൊക്കെ ആദ്യം ഭയങ്കര പേടിയായിരുന്നു അതിൻ്റെ അകത്ത്. ഞാൻ ഓർത്തു ഞാൻ പോകുന്നു. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നതാണ് അടിപൊളി വ്യൂ പോയിൻ്റ്. നല്ല രസമാട്ടോ കാണാൻ. എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് കയറി ഇങ്ങ് കയറുന്നതേ ഭയങ്കര കാറ്റാട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആമപ്പാറ കഴിഞ്ഞ് നമ്മളിനി രാമക്കൽമേട് വ്യൂ പോയിൻറ്റിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ രാമക്കൽമേട് വ്യൂ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ജീപ്പ് ഇട്ടിട്ട് കുറച്ച് നടന്നു പോകണം. കുറച്ച് തിരക്കുണ്ടായിരുന്നു, കുറേ ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ രാമക്കൽമേട് വ്യൂ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട്. നല്ല രസമാണ്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് നോക്കിയാലോ. ഈ കാണുന്ന മല കണ്ടോ, ഇതാ രാമക്കൽമേട്. 3600 അടി ഹൈറ്റിലാണ് മല നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആ മലയ്ക്കായിട്ട് പോകും, അവിടെ നോക്കുമ്പോൾ ഈ മലയ്ക്കായിട്ട് പോകും. രണ്ടും ഒരേ ഹൈറ്റ് ആണ്. 3600 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ താഴെ കാണുന്ന ശ്രേണി സ്ഥലങ്ങളാണ്. അവിടെ വെള്ളപ്പേപ്പർ കിട്ടിയിരിക്കുന്നതാണ്. അതൊക്കെ ഓരോ ടൗണുകളാണ്. ബോംബെ, പന്നേപ്പുറം എന്ന് പറഞ്ഞ ഓരോ ടൗണുകളാണ്. തേനി ജില്ലയിൽ നടക്കുന്ന ഓരോ ടൗണുകളാണ്. ഇവിടെ കണ്ടോ ഈ കാട് പിടിച്ച് പോലെ നിൽക്കുന്നത്. ഇതൊക്കെ ഒരു 30 അടി പൊക്കമുള്ള തെങ്ങുകളും പുളിമരങ്ങളുമാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരി, ബൈ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നു.